ഞാൻ ഇന്ന് സംസാരിക്കാനായി പോകുന്നത് ടെക്നോളജി ആൻഡ് പാരൻറ്റിങ് എന്നതാണ്. ഇന്ന് വളർന്ന് വികസിച്ച് നിൽക്കുന്ന ഈ ടെക്നോളജിയെ നമ്മുടെ പാരൻറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിങ് കോച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പല പാരൻസും പറയാറുണ്ട്, ഈ ടെക്നോളജിയാണ് കുട്ടികളുടെ സ്വഭാവം വളരെ മോശമാകാനുള്ള പ്രധാന കാരണമെന്ന്. അപ്പോൾ ടെക്നോളജി മോശമാണോ? ഇന്ന് ടെക്നോളജി വളർന്ന് വികസിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സുഖസൗകര്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു ഗുരുവിനെ പോലെ നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ അത് നമുക്ക് വളരെ നല്ലതായിട്ട് വന്ന് ഭവിക്കാം. അപ്പോൾ നമ്മുടെ പാരൻറ്റിങ്ങിനകത്ത് നമുക്ക് എങ്ങനെ ടെക്നോളജിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം, ടെക്നോളജി എങ്ങനെയൊക്കെയാണ് നമ്മളെ പാരൻറ്റിങ്ങിൽ നമ്മെ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ടെക്നോളജി കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അതായത് നമ്മളും നമ്മുടെ കുട്ടികളും രണ്ടിടത്താണെങ്കിൽ പോലും കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാനുമൊക്കെ ഈ ടെക്നോളജി നമ്മെ ഒരുപാട് സഹായിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അത് സഹായിക്കുന്നത്? അവർക്ക് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ നമുക്ക് അവരെ വിളിക്കാം, നമുക്ക് അവരെ കോൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് പലവിധമായ രീതിയിൽ നമുക്ക് അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ നിൽക്കുവാൻ, കോണ്ടാക്റ്റിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് ഈ ടെക്നോളജി എഡ്യൂക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് എന്നത്, പാരൻറ്റിങ്ങിൽ എങ്ങനെയൊക്കെ അത് പ്രയോജനപ്പെടുത്താം എന്നതാണ്. കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ആപ്സ് ഉണ്ട്, ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് കളികളിലൂടെയും തമാശകളിലൂടെയും കുട്ടികൾക്ക് രസകരമായ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കുവാനും അവരിൽ ഒത്തിരി സ്കില്ലുകളും ടാലൻറ്റുകളും ഡെവലപ്പ് ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്ന ഒത്തിരി എഡ്യൂക്കേഷണൽ ആപ്സ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക, അത് നമ്മൾ പരിചയപ്പെടുക, എന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അതിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ട മനസ്സ് കാണിക്കണം. അത് കുട്ടികൾക്ക് അതിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അടുത്ത മൂന്നാമതായിട്ടുള്ളത്, കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. GPS ട്രാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി മോണിറ്ററിങ് ആപ്സ് ഉണ്ട്. ചിൽഡ്രൻസിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒത്തിരി ആപ്സുകളൊക്കെ ഉണ്ട്, നമ്മളെ മൊബൈലുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അങ്ങനത്തെ മോണിറ്ററിങ് ആപ്സുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ഈ കുട്ടികൾ ഇപ്പോൾ എവിടെയാണെന്നും ആരോടൊപ്പമാണ്, അവരുടെ കൂട്ടുകാരെങ്ങനെയുള്ളവരാണെന്നും ഒക്കെ നമുക്കറിയാൻ പറ്റും. അവരെന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സഹായിക്കുന്ന ഒത്തിരി മോണിറ്ററിങ് ആപ്സൊക്കെ ഇന്ന് നിലവിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നോക്കണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഗെയിംസ് ആപ്പ്, മൂവീസ്, അതേപോലെ മ്യൂസിക്, ഇതൊക്കെ ഇന്ന് നിലവിലുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അവരാവശ്യമില്ലാത്ത രീതിയിലുള്ള ഗെയിമുകളിലോ അതുപോലെ തന്നെ മറ്റുള്ള ആപ്പുകളിലോട്ടൊക്കെ കടന്നു പോകാതെ ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതായത് കിൻഡർ ഗാർഡൻ തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒത്തിരി കിഡ്സ് ആപ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അത് നമുക്ക് നിലവിലുള്ളതെല്ലാം കാണിച്ചു തരും. അതൊന്ന് മനസ്സിലാക്കി അത് നമ്മുടെ കമ്പ്യൂട്ടറിലോ പിന്നെ നമ്മുടെ മൊബൈലിലോ ഒക്കെ ഒന്ന് അത് നമ്മൾ ആഡ് ചെയ്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കുട്ടികളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. കുട്ടികൾക്കെല്ലാം മൊബൈൽ ഉപയോഗിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ അവർ ഇരുന്ന് ആവശ്യമില്ലാത്ത ഗെയിമൊക്കെ കളിച്ച് കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നല്ല
കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അതാദ്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കണം. അവരതൊക്കെ ആദ്യം പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത്. നാലാമത്തത് നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മളെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും ഈ ടെക്നോളജി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി പിന്നെ ഹെൽത്ത് ആപ്സുകളൊക്കെ ഉണ്ട്. കുട്ടികളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഹെൽത്ത് മോണിറ്ററിങ് ആപ്സുകളുണ്ട്. ഫിറ്റ്നസ് ആപ്സ് ഉണ്ട്, യോഗ ഉണ്ട്, അതേപോലെ മൈൻഡ്ഫുൾനെസ് ആപ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജി, കുഞ്ഞുങ്ങളിൽ എങ്ങനെ വളർത്തിയെടുക്കാം, എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒത്തിരി നല്ല നല്ല കാര്യങ്ങളും ആപ്സും ഒക്കെ നമ്മുടെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. വെറുതെ നമുക്ക് പിന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നതും വാട്സപ്പ് നോക്കുന്നതും അതുപോലെ തന്നെ വെറുതെ റീൽസുകൾ ഇങ്ങനെ കൈവിരലുകൾ ഓടിച്ച് വിടുന്നതും ഒന്നുമല്ല. ഒത്തിരി പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള ഈ മൊബൈലുകൾ ഉപയോഗിച്ചാലോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാലോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ നാളുകളിലേ അവർക്ക് ഈ വിധമായിട്ടുള്ള അറിവിൻ്റെ ലോകം, ടെക്നോളജിയിലൂടെ അറിവിൻ്റെ ലോകം നമ്മൾ പരിചയപ്പെടുത്തിയാണ് അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ ഒരിക്കലും അവർ ടെക്നോളജി മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയില്ല. അപ്പോൾ നമ്മുടെ പാരൻസ് എല്ലാം അത് വളരെയേറെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവ് നേടുക. അത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.